ഗൈസ്, ഞങ്ങൾ മോഹിനിയാട്ടം കണ്ടിട്ട് വരാം. അപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ മോഹിനിയാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഏച്ചി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല, പക്ഷെ മനസ്സിലാവുമായിരിക്കും. എൻ്റെ ഒരു നിർബന്ധത്തിന് വന്നതാണ്. ഒരു കുടയും കുഞ്ഞു പെങ്ങളെന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ 4 പേരും കൂടി പോവുകയാണ്. 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളാൻ പാടില്ല എന്നാണ് പറയാറ്. കറക്റ്റ് ആ സമയം നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ ടാസ്ക്കാണ്. ചെറുതല്ല, വലിയ ടാസ്ക് തന്നെയാണ്. സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയമാണ്. സൂര്യതാപം ഏൽക്കാണ്ട് രക്ഷപ്പെട്ടത് എന്തോ ഭാഗ്യം. തീയിൽ കൊടുത്തത് വെയിൽ വാടൂല, പക്ഷെ കരിയുമായിരിക്കും. സിനിമ കാണാനുള്ള ഞങ്ങളുടെ ഈ ഡെഡിക്കേഷനെ അഭിനന്ദിച്ചേ പറ്റൂ. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടെങ്കിൽ രാവിലെ മുതലേ വയറ് കാഞ്ഞ് നിൽക്കാറുണ്ട് എന്ന് പറയില്ലേ, അതുപോലെ AC കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു ഈ ഒരു വെയിൽ കൊള്ളൽ. അന്നേരം തണുപ്പും ചൂടും തമ്മിൽ ടാലി ആയിക്കോളും. ചേച്ചി പറയണത് എൻ്റെ വോയിസിനെല്ലാം ഒരേ ശൈലിയാണ് എന്നാണ്. അതായത് ഒരു കഥ പറയണ മാതിരി, അല്ലെങ്കിൽ ഒരു സഹതാപം കൈൻഡ് ഓഫ് ടോൺ ആണത്രേ. ഓക്ക് എന്താ പറയണതിന് ഈ ഒച്ചപ്പാടിൻ്റെ ഇടയിൽ വോയിസ് ഇടുന്നതിൻ്റെ കഷ്ടപ്പാട് എനിക്കറിയാം. ഏച്ചി മാത്രമല്ല, ചിലരെങ്കിലും ഇങ്ങനെ ഡയറക്റ്റ് പറയാറുണ്ട്, എന്തെങ്കിലും പറയുമ്പോൾ നീ എന്തിനാണ് അതിന് കരയാൻ കളിക്കുന്നത്, കുറച്ച് ലൗഡായിട്ട് പറഞ്ഞൂടെ എന്നുള്ളത്. പക്ഷേ ഇതാണ് എൻ്റെ സൗണ്ട്, ഇതാണ് എൻ്റെ ടോണ്, എനിക്ക് അത് മാറ്റാൻ പറ്റൂല. ഇത് കേൾക്കണവർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നല്ലാതെ ഞാനിപ്പോൾ എങ്ങനെയാണ് എൻ്റെ സൗണ്ട് മാറ്റുക? ഞാനും അമ്മയും കലമ്പുന്ന സമയത്ത് വന്നാൽ എൻ്റെ ഒരു വേറൊരു ടോൺ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു കോമഡി മൂവിയാണ്. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ എത്രത്തോളം ഹാസ്യാത്മകമായിട്ടാണ് അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ഓരോരുത്തരുടെ അഭിനയവും എടുത്തു പറയേണ്ടതാണ്. അത്രത്തോളം മനോഹരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പഴിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങളൊരു കൂൾ ബാറിൽ കയറിയിട്ടുണ്ടായിന്. പക്ഷേ അതിൽ മെനുവിലുള്ള ഒരു സാധനവും ആരും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെയാണ് അവസ്ഥ. ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയിട്ട് കഴിക്കാമെന്നും വിചാരിക്കൂല. അവരെന്താണോ ഉള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് കാണുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ചൂട് കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ, സീ യു.